السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من الشيطان الرجيم. الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الغفار. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاء. صدق رسول الله صلى الله عليه وسلم. مضى الدهر والأيام والذنب حاصل وجاء رسول الموت والقلب غافل. نعيمك في الدنيا سرور وحسرة وعيشك في الدنيا محال وباطل. واعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ
കൂടുവാൻ കൽബിൽ കൊതിയേറി റൗളതൻ ചാരത്ത് ഒന്ന് പോയി അണയാനും റൗളമണവാളനിൽ മുത്തിസലാമോരൈക്കാനും റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗളമണവാളനിൽ കൂടുവാൻ കൽബിൽ കൊതിയേറി പരിശുദ്ധ ദീനിൻ്റെ കാവലായി ഓതിത്തോരേ ബദിരീങ്ങളെന്നുള്ള പേരിലായ അജബുള്ളോരേ അവരിൽ പ്രധാനിയ മുസ്തഫ നബി നൂറുല്ലാഹ് ആരും കോതിക്കുന്ന സ്നേഹരാജ റസൂലുള്ളാഹ് റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗളമണവാളനിൽ കൂടുവാൻ കൽബിൽ കൊതിയേറി ആരംഭ പൂങ്കാവേ മുസ്തഫ നബി യാസീനേ അളവറ്റ കാരുണ്യം കാട്ടിയുള്ള ഹബീബോരേ അജബോകൾ തീർത്ത് ബദറിന്ദീര സ്വഹാബത്തേ പരിശുദ്ധരായ മലായികത്തും അവരൊരുമിത്തേ റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗളമണവാളനിൽ കൂടുവാൻ കൽബിൽ കൊതിയേറി റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗളമണവാളനിൽ കൂടുവാൻ കൽബിൽ കൊതിയേറി ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട യഅ്ഖൂബ് ദാരിമി ഉസ്താദ് അവറുകളെ, ഈ പരിശുദ്ധമായ സദസ്സിന് ഉദ്ഘാടനം ചെയ്ത് ദുആക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി തങ്ങൾ അവറുകളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ ബഹുമാനപ്പെട്ട റാസി ബാഖവി ഉസ്താദ് അവറുകളെ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതവരേണ്യന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മബെങ്ങന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനും ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടപ്പെട്ട വഴികളിലൂടെ, ഇഷ്ടപ്പെട്ട വഴിധാരകളിലൂടെ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെയും ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പൊരുത്തത്തിൽ കഴിയാൻ അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാർ, അതിലൂടെ ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ കടന്നു വന്നത് കാരണത്താൽ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും കണ്ണുനീരുകളുമെല്ലാം അള്ളാഹു തആല മാറ്റി ജീവിതത്തിൽ അള്ളാഹു റഹ്മത്തിൻ്റെ മാലാകമാരുടെ നോട്ടം
ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇവിടെ കടന്നു വന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളിൽ എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വേദനയോടെ, ഗദ്ഗതത്തോടെ, നൊമ്പരത്തോടെ കഴിഞ്ഞുകൂടുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിൻ്റെ മാഹാത്മ്യം കൊണ്ട് അള്ളാഹു എല്ലാ വേദനകളും എല്ലാ കണ്ണുനീരുകളും അള്ളാഹു മാറ്റി ജീവിതത്തിൽ അള്ളാഹു ആനന്ദം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസുന്നൂറിൻ്റെ ഹഖ് ബറക്കത്തുകൊണ്ട് കടങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വീടാനുള്ള ഹലാലായ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനുകളെ, വളരെയേറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ നാട്ടുകാർ, അതുപോലെ ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസികളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, എല്ലാ മജ്‌ലിസുന്നൂറിൻ്റെ ഈ ഒരു വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടും ഒരു വീട് നിർമ്മാണം അൽഹംദുലില്ലാഹ് വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അള്ളാഹു അതിനു വേണ്ടി പ്രവർത്തിച്ച, അതിനു വേണ്ടി കടന്നു വന്ന, അതിനു വേണ്ടി ചർച്ചകൾ ചെയ്ത, ചർവണം ചെയ്തുകൊണ്ട് സംസാരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല ഇതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ മജ്‌ലിസുന്നൂറിൻ്റെ വാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു വേദിയിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ജീവിതത്തിൽ എടുത്തു പറയാനും അവരെയൊക്കെ സന്തോഷത്തോടെ മനസ്സിൽ കൊണ്ടുവരുവാനും അവരെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് ദുആരക്കുവാനും അള്ളാഹു നമുക്ക് തന്നുപോയ മഹൽ വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഉള്ളൊരു ചെറിയൊരു ചർച്ച നടത്താനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസുന്നൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അതിന് യഥാർത്ഥകരമായിട്ട് പറഞ്ഞാൽ തീരാത്തത്രത്തോളം കഥകളും ചരിത്രങ്ങളും ആദരവായി നബിയുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നടന്നുപോയിട്ടുള്ള, സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബായ മദീനത്തിൻ്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് നക്ഷത്രതുല്യരാകുന്ന സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും ഒരു വേള കടന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും ഈ ഒരു സമയത്ത് എവിടെ നിന്നാണ് കടന്നു വരുന്നത്? ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ കടന്നു വരുന്നത് മദീനയുടെ ചാരത്ത് നിന്ന് തന്നെയാണ്. ഞങ്ങളൊക്കെ ജോലി ചെയ്ത് ക്ഷീണമുണ്ടെന്നാലും അവിടത്തെ റിസാലത്തിൻ്റെ പൊൻവരണ ചുണ്ടിലേക്കൊന്ന് നോക്കിയിരുന്നാൽ അത് സന്തോഷമാണ്, അത് ആനന്ദമാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കടന്നു വന്നതാണ് നബിയെ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനും സന്തോഷത്തോടെ അവരെക്കുറിച്ച് ഓർക്കുവാനും അവരെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണമെന്ന് പറയുവാനും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സമയത്തും അതിനു വേണ്ടി സമയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ നബിയെ, ഇന്ന് ഞാൻ അവിടത്തെയോട് ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്ന മുഴുവൻ സ്വഹാബത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഇന്ന് അവിടെ നിന്ന് ആരെ പറ്റിയാണ് പറയാൻ പോകുന്നത്? ആരുടെ മഹത്വത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്? ആരുടെ സന്തോഷത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്? ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊൻവരണ ചുണ്ടുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, എന്നോടൊപ്പം കടന്നു വന്നുപോയ പരിശുദ്ധരായ ബദരീങ്ങൾ, ആ പരിശുദ്ധരായ ബദരീങ്ങളെ പറ്റിയാണ്. അവരെ അള്ളാഹു സ്നേഹിച്ചവരാണ്, അവരെ ഞാൻ സ്നേഹിച്ചവരാണ്, ഞാൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങളവരെ ആദരിക്കണം, നിങ്ങളവരെ ബഹുമാനിക്കണം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരെ ആക്ഷേപിക്കാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പോലും അവരെ പറ്റി പരാമർശിച്ചത് കൊണ്ട് നിങ്ങൾ അവരെ പറ്റി ഒരു വാക്കുപോലും പറയാൻ പാടില്ല. അത് പടച്ചവനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ഖൽബിൻ്റെ മണിമാരനായ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ഏതായാലും മജ്‌ലിസുന്നൂറിൻ്റെ വേദിയിലാണ്. ഒന്നാമത്തെ ബദൽ പങ്കെടുത്ത ആളും കൂടിയാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ.
അതുകൊണ്ട് അങ്ങനെ ഉള്ള സന്തോഷകരമായ ഒരു സദസ്സിലും ഒരു വേദിയിലുമാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിന് ഇവിടെ കടന്നു വന്നതിൻ്റെ പകരം അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽപ്പെട്ട ഒന്നാമത്തെ ആളാണ് മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ബദറിൽ പങ്കെടുത്ത മഹൽ വ്യക്തിത്വം ഞാനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ആ പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു ജനാങ്കണത്തിലേക്കൊന്ന് കടന്നു പോയത് കൊണ്ട് നിങ്ങൾ എന്നെ സന്തോഷകരമായി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ അതുപോലത്തെ ഒരു സ്നേഹം പരിശുദ്ധരായ ബദരീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ബദറിൽ പങ്കെടുത്ത ഒന്നാമത്തെ ആളാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് എല്ലാവരും ഏറ്റവും നല്ലതുപോലെ ചൊല്ലാറുണ്ടല്ലോ, അദ്ഊക യാ മൗലാ ലനാ ബി അഹ്ലി ബദരിൻ ബദറുനാ മുഹമ്മദുൻ നബിയുനാ സല്ലി അലൈഹി യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ. ബദറിനെ കുറിച്ച് പറയാ നമുക്കിവിടെ സമയമില്ല. ബദറിലേക്ക് സ്വഹാബത്ത് കടന്നു പോയതിനെ കുറിച്ച് പറയാ നമുക്കിവിടെ സമയമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ബദരീങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നു പോയാൽ, ബദരീങ്ങളെ പറ്റി ഒരാൾ ചർച്ച ചെയ്തു പോയാൽ അള്ളാഹു അവനിക്ക് വേണ്ടി കൊടുക്കുന്ന സന്തോഷങ്ങൾ മാത്രമാ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ സ്നേഹിക്കേണ്ടുന്ന ബദറിൽ പങ്കെടുത്ത ആളാരാണെന്നറിയോ? ലോകത്തിന്റെ മണിമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബ, അല്ലാഹുവിന് വേണ്ടി കടന്നു പോയ പരിശുദ്ധരായ ബദരീങ്ങളുണ്ടല്ലോ, ആ പരിശുദ്ധരായ ബദരീങ്ങളെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലൊന്ന് കൊണ്ടുവന്നു പോയാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സ്ഥാനങ്ങളെ പറ്റി പറഞ്ഞാൽ മതി വരില്ല. അല്ലാഹു നിങ്ങൾ ആദരിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ മതി വരില്ല. അത്രത്തോളം ബദരീങ്ങളെ അല്ലാഹു സ്നേഹിച്ചു പോയവരാണ് സ്വഹാബ. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തെ, ആ പരിശുദ്ധരായ ബദരീങ്ങളെ നിങ്ങളുടെ ഹൃത്തടത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവരണമെന്ന് മദീനത്തിന്റെ രാജകുമാരൻ വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് സ്ഥലങ്ങളിൽ എന്തിനേറെ ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും അല്ലാഹുവേ പരിശുദ്ധരായ ബദരീങ്ങളെ പറ്റിയിട്ട് പരിശുദ്ധമായ മജ്ലിസുൻ നൂർ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാ. എത്രയോ ആളുകളുടെ വേദനയാ മാറിപ്പോയിട്ടുള്ളത്, എത്രയോ ആളുകളുടെ നൊമ്പരങ്ങളാണ് മാറിപ്പോയിട്ടുള്ളത്, എത്രയോ ആളുകളുടെ കഷ്ടപ്പാടാ മാറിപ്പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പഠിക്കുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ ബദരീങ്ങളെ പറ്റി വന്ന് പറയാൻ ആ പരിശുദ്ധമായ സദസ്സിലേക്കൊന്ന് കടന്നു വന്നിരുന്നാൽ സമയം കൊന്നു കളഞ്ഞിട്ടില്ല. സമയം നമ്മൾ സന്തോഷത്തോടെ വിലപ്പെട്ട സമയമാക്കി മാറ്റിയിട്ടുള്ളത് ആ ഒരു സദസ്സിലേക്കൊന്ന് കടന്നു വന്നിരുന്നപ്പോഴാ. കാരണം എന്താണെന്നറിയോ? ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലെ പ്രഭാഷണങ്ങളുടെ സദസ്സിലേക്കൊന്ന് കടന്നു വരുമ്പോ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ കടന്നു വന്നിട്ട് പറയാറുണ്ടല്ലോ, ഉസ്താദേ, ഇന്ന് മൈക്ക് സെറ്റിന്റെ ഫുൾ വക, ഈ ലൈറ്റിന്റെ വക, ഇവിടെ എന്തൊക്കെയാണോ ഇന്നത്തെ ഭക്ഷണത്തിന്റെ വക മുഴുവനും എന്റെ വകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞു പോകുന്നത്, അള്ളാഹുവിന്റെ മക്കൾക്കൊരു രോഗം തന്നു പോയതാ, അള്ളാഹുവിന്റെ ഭാര്യക്കൊരു രോഗം തന്നു പോയതാണ്. ഈ പരിശുദ്ധമായ മജ്ലിസുൻ നൂറിന്റെ മുന്നിൽ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ ഞാനൊന്ന് ദുആ ചെയ്തു പോയപ്പോ അള്ളാഹുവിന്റെ ഭാര്യയുടെ രോഗത്തെ മാറ്റിയെന്നാണ്. എത്ര അനുഭവങ്ങളാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട പിന്നെ റഫീഖ് ഫൈസി തെങ്ങിൽ അവിടെ ഓരോ മാസവും പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുൻ നൂർ നടത്താറുണ്ട്. ഈ വരുന്ന മാർച്ച് 5-നും അവിടെ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുൻ നൂർ ഓരോ മാസവും നല്ല ജനം പങ്കെടുക്കുന്നൊരു സദസ്സ്. അങ്ങനത്തെ അതിഗംഭീരമായൊരു സദസ്സൻ. അങ്ങനെ ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ മാറിയെന്നുള്ള സന്തോഷ വാർത്ത അറിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ മാസവും മജ്ലിസുൻ നൂർ അവിടെ വെക്കുന്നത് കൊണ്ടാണ്. എന്തിനാ? ഒരു കുട്ടി മരിച്ചുപോയി,
ആ കുട്ടി മരിച്ചു പോയപ്പോൾ ആൺമക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുൻ നൂർ ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. അതിലൂടെ അള്ളാഹു ഒരു മകനെ തന്നാൽ ആ മകനിക്ക് മുഹമ്മദ് എന്ന് പേരുമിടണം എന്ന് പറയുകയും പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുൻ നൂറിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒരു ആൺകുട്ടിയെ കൊടുക്കുകയും ആ മകനിക്ക് മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. ഇതുപോലെ ആയിരക്കണക്കാന സംഭവങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുൻ നൂറിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് ഞാനിത് വെട്ടിത്തുറന്നുകൊണ്ട് പറയുന്നത് ഓൺലൈനിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പല ചെറുപ്പക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ബഡായി പറഞ്ഞല്ല, നടക്കുന്ന സംഭവങ്ങളായി പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവരെ മുറുകെ പിടിച്ചോ, നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷമുണ്ട്, ജീവിതത്തിന് ആനന്ദമുണ്ട്, അവരെ വെറുപ്പിക്കല്ലേ, അവരെ ഒന്നും പറഞ്ഞേക്കല്ലേ, അവരെ ഒന്നും പറയാൻ പാടില്ല. എന്തിനാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കുക? സുബ്ഹാനല്ലാഹ്, പരിശുദ്ധരായ ബദരീങ്ങളെ വന്ന് സ്നേഹിച്ചു പോയാൽ മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തേ, നിങ്ങൾക്ക് കിട്ടാവുന്നതില്, ദുനിയാവിന്റെ പുറത്ത് വെച്ച് കിട്ടാവുന്നതില് ഏറ്റവും വലിയ സമ്മാനമാണ് ബദരീങ്ങളെന്ന് ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പഠിക്കുക, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കുക, സഹോദരങ്ങൾ പഠിക്കുക. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയാൻ പോവുകയാ, ലോകത്തോട് വിട പറയാൻ പോവുകയാ. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട്, സഅദേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമാക്കപ്പെട്ട കലിമത്തു തൗഹീദ് ഉറക്കവന്ന് ചൊല്ലിക്കോ സഅദേ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ആരാ? അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഇശാ നിസ്കാരത്തിന് മുടങ്ങിയിട്ടില്ല, സന്തോഷത്തോടെ കടന്നു പോകുന്ന സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിപാവനമായ ദീനിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചോദിച്ചാലും നിറഞ്ഞ മനസ്സോടെ വാരിക്കൊടുക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ ഹാലിലാ. 7 സഅദ് റളിയല്ലാഹു അൻഹുമുണ്ട്. അതിൽപ്പെട്ട 4ാമത്തെ സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ അലിയാദങ്ങൾ ചെന്നിട്ട് ചൊല്ലിക്കൊടുക്കുകയാ, സഅദേ ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ അഖൂലു ഹകദാ, ഞാൻ അപ്രകാരം പറയൂല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മനസ്സിന് വേദനയാവുകയാ, ഓടി വരികയാ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഒന്ന് ഓടി വരികയാണ്. വന്നുകൊണ്ട് പറഞ്ഞു, റസൂലല്ലാഹ്, എന്ത് പറ്റിയെന്നറിയില്ല നബിയേ, സഅദ് അവിടുന്ന് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തിട്ട് അവിടുന്ന് കലിമ ചൊല്ലൂല്ല. നമ്മുടെ മനസ്സിന് വേദനയാണ് നബിയേ, മനസ്സിന് ദുഃഖമാണ് നബിയേ, മനസ്സിന് നൊമ്പരമാണ് നബിയേ, അതുകൊണ്ട് അവിടെ നിന്ന് കടന്നു വരുവോ എന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ, അതാ എന്നതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ, ചൊല്ലുക ഉസ്മാൻ, സഅദിന്റെ ചാരത്ത് പോയിട്ട് കലിമ ചൊല്ലിക്കൊടുക്കുക. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു പോവുകയാ. ചൊല്ലു സഅദേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടിട്ട് ഈ ഒരു സദസ്സിലേക്ക് ഞാൻ വന്നതാണ് സഅദേ, അതുകൊണ്ട് അല്ലാഹുവേ, പരിശുദ്ധരായ ബദരീങ്ങൾ ചൊല്ലിയിട്ടുള്ള കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറയാൻ സൗഭാഗ്യം വേണ്ട സഅദേ, അതുകൊണ്ട് ഉറക്കെ വന്ന് ചൊല്ലുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, ലാ അഖൂലു ഹകദാ, ഞാൻ അപ്രകാരം പറയുകയില്ല. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ, വേദനയോടെ, വിഷമത്തോടെ, നൊമ്പരത്തോടെ കടന്നു പോവുകയാ ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ഉറക്ക ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഒന്ന് കടന്നു പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന റസൂലല്ലാഹ്, മനസ്സിന് വേദനയാവുകയാണ്, മനസ്സിന് നൊമ്പരമാവുകയാ, മനസ്സ് മുഴുവനും പൊട്ടിപ്പിളർന്നുകൊണ്ട് പോകുന്നു നബിയേ. കാരണം എന്തെന്നറിയോ?
സഅദ് കലിമ ചൊല്ലാതെ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. ഉമ്മാന്റെ പൊരുത്തമില്ലാത്തത് കൊണ്ടല്ല, പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞു പോയതാ. എന്നിട്ട് പോലും അവിടെ നിന്ന് കലിമ ചൊല്ലാൻ പറ്റിയിട്ടില്ല. ബാപ്പച്ചി പറഞ്ഞു കൊടുത്തിട്ട് കലിമ ചൊല്ലാൻ പറ്റിയിട്ടില്ല. നിസ്കാരം മുടക്കിയിട്ടില്ലല്ല റസൂലല്ലാ, നോമ്പ് മുടക്കിയിട്ടില്ലല്ല റസൂലല്ലാ. സാധുക്കളെ കണ്ടാൽ അകമഴിഞ്ഞുകൊണ്ട് ഹദിയ ചെയ്യാൻ സാദിന്റെ മനസ്സിന് സന്തോഷമാണ് റസൂലല്ലാ. എന്താ അവിടെ നിന്ന് കലിമ ചൊല്ലാതെ വിട പറഞ്ഞു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയോട് കണ്ണുനീരോടുകൂടി പറയുമ്പോ, അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറടക്കാ മദീനത്തിന്റെ മണവാളനായ എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. വന്നുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ വേടിച്ചു കൊണ്ടെന്ന് ഖബറിലേക്ക് വെക്കുന്നതോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ താങ്ങിയെടുത്തിട്ടാണ് അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ള മറമാടിയിട്ട് പിരിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ അലിയാർ തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പിന്നിലൂടെ കടന്നു പോകുമ്പോ റസൂലുള്ള ചോദിച്ചു പോയി, അല്ല ഉസ്മാൻ, എന്തേ നിങ്ങൾ എന്റെ പിന്നാമ്പറത്തിലൂടെ കടന്നു വരുന്നത്? റസൂലല്ല ഇതിനൊരു മറുപടി പറയാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമുക്ക് വേദനയാണ് നബിയേ, നമുക്ക് വിഷമമാണ് നബിയേ. അതുകൊണ്ട് റസൂലല്ല പറയുക, എന്തുകൊണ്ടാ സഅദിൻ നീ ഒരു ഗതിയൊന്ന് വന്നു പോയത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പുഞ്ചിരിക്കുകയാ. അലിയാർ തങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ട റസൂലല്ലാ, ഞങ്ങൾ കരയുമ്പോ, ഞങ്ങൾ വേദനിക്കുമ്പോ, ഞങ്ങൾ പ്രയാസപ്പെടുമ്പോ, ഞങ്ങൾ നൊമ്പരപ്പെടുമ്പോ അവിടെ നിന്ന് മാത്രം പുഞ്ചിരിയോട് കൂടിയിട്ട് ഞങ്ങളെ നോക്കുന്നത് എന്തിനാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, സഅദ് കലിമ ചൊല്ലിയിട്ടില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു പോയത്? സഅദ് കലിമ ചൊല്ലിയിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ ലോകത്തോട് വിട പറയുമ്പോ സഅദ് കലിമ ചൊല്ലിയിട്ടാ വിട പറഞ്ഞിട്ടുള്ളത്. ലോകത്തോട് വിട പറയുമ്പോ സഅദ് കലിമ ചൊല്ലിപ്പോയതാണ്. എന്തിനാണ് പിന്നെ പ്രകാരം ചൊല്ലൂല എന്ന് പറഞ്ഞു പോയത്? ബഹുമാനപ്പെട്ട റാഫി ബാക്കവി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയുകയല്ല ഞാന്. അവരോട് ചോദിച്ചു നോക്കിയാ നിങ്ങൾക്കറിയാ, വിശാലമായ ചരിത്രങ്ങൾ ഒരുപാട് പറയാറുണ്ട്. സമയം നമുക്ക് വളരെ കുറവുമാണ്. തങ്ങൾ വരുമ്പോ നമുക്ക് അവസാനിപ്പിക്കേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, ആ മരിക്കാൻ കിടക്കുന്ന സമയം ഇബ്ലീസുൽ അവന്റെ ചാരത്തേക്കൊന്ന് കടന്നു വരികയാ. പാനപാത്രത്തിൽ കുറച്ച് ജലവുമായിട്ട് കുറച്ച് വെള്ളവുമായിട്ടാണ് കടന്നു വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? സമുദ്രത്തിലുള്ള മുഴുവൻ ജലം കൊണ്ട് വന്നിട്ട് മനുഷ്യരെ മരിക്കാൻ കിടക്കുമ്പോൾ വായിലേക്കൊന്ന് ഒഴിച്ചാൽ പോലും അവന്റെ വെള്ളം ദാഹം മാറൂല്ല. അത്രത്തോളം വെള്ളം ദാഹിച്ചുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന ആളുകൾ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ ഇബ്ലീസ് പാനപാത്രവുമായി കടന്നു വന്നിട്ട് പറയാ, ഈ ഒരു പാനപാത്രത്തിലുള്ള ജലം മുഴുവനും ഞാൻ നിനക്ക് തരാ. എന്തിനാ നിങ്ങൾ മജ്‌ലിസുന്നൂർ ചൊല്ലുന്നത്? എന്തിനാ മജ്‌ലിസുന്നൂറിന്റെ സദസ്സിലേക്ക് സന്തോഷത്തോടെ കടന്നു വന്നു പോകുന്നത്? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവര്? 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവിടെ ഇരുന്നു കൊണ്ട് മജ്‌ലിസുന്നൂർ ചൊല്ലുമ്പോ അലസത കാണിക്കല്ല, വെപ്രാളം കാണിക്കല്ല, തീരുന്നില്ല എന്ന് പറയണ്ട. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഏറ്റവും നല്ല ഓഫർ ഏതാണെന്നറിയോ? അവിടെ വെച്ചുകൊണ്ട് പറയാൻ ഇബ്ലീസ് പറയുകയാണ്, ഞാൻ അല്ലാഹുവാണ് എന്തെന്ന് പറഞ്ഞു പോയാൽ, ഞാൻ അല്ലാഹുവാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്നെന്ന് പറഞ്ഞു പോയാ എന്റെ കയ്യിലുള്ള ജലം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോ ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്ലീസിനെ കാണിക്കുന്ന രംഗമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മുഴുവനും പരാജയപ്പെടാൻ പറ്റൂല. വിജയത്തിന്റെ സോപാനത്തിലേക്ക് മരിക്കാൻ കിടക്കുന്ന സമയം ബദരീങ്ങൾ അവിടെ നുറക്ക ചൊല്ലിയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലണോ, പരിശുദ്ധരായ ബദരീങ്ങൾ വന്ന് മുറുകെ പിടിച്ചാൽ മതിയെന്നാണ്. അവിടെ സഅദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വന്നിട്ട് പറയാ, സഅദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക എന്നവിടെന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലുകയാ. അപ്പോഴാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയത്, മുസ്തഫ നബി തങ്ങളെ, ഇതുപോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വന്നുകൊണ്ട് കലിമ ചൊല്ലി കൊടുക്കാൻ തക്കതായ ഒരു അമല് എന്താ സഅദ് റളിയല്ലാഹു അൻഹു ചെയ്തു പോയത്? അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാ. ഒരുപാട് നിസ്കാരമുള്ളത് കൊണ്ടല്ല, ഒരുപാട് നോമ്പുള്ളത് കൊണ്ടല്ല, ഒരുപാട് സക്കാത്ത് ഉള്ളത് കൊണ്ടല്ല, ഒരുപാട് സ്വതഖയുള്ളത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ ചാര താമസിച്ചിരുന്നതോ സഅലബത്തും വൽ ഹാരിഫു ഹാരിസത്തും വൽ ഹാരിഫു സാബീതുഹും വൽ ഹാരിഫു അബുൽ മുർശദ് അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തങ്ങൾക്ക് പോകാനൊക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ തിരക്കുള്ള ആളുകളാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. അന്നും എൻ്റെ നാട്ടിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കണിയാപുരം വാഫി കോളേജിൽ വെച്ചുകൊണ്ട് ഇതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസുന്നൂറിൻ്റെ സദസ്സിൽ അന്ന് ആദ്യമായിട്ട് അവിടെ ഒന്നാമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ട് മജ്‌ലിസുന്നൂർ നടത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് ഇതിനെപ്പറ്റി തന്നെ 3.5 മണിക്കൂർ മജ്‌ലിസുന്നൂറിനെ പറ്റി മാത്രം അന്ന് ബഹുമാനപ്പെട്ട തങ്ങളാണ് വന്നത്. അന്ന് മജ്‌ലിസുന്നൂറിനെ പറ്റി 3.5 മണിക്കൂർ പറഞ്ഞു. ഒരുപാട് പറയാനുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവരെയൊക്കെ ഇരുത്തിയിട്ട് ഞാൻ വാള് പറഞ്ഞത് എൻ്റെ മനസ്സ് തന്നെ പറയുന്ന അദബകേടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് വേണ്ടി ഞാൻ മാറിക്കൊടുക്കാൻ. സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തതിനൊക്കെ ശേഷം പെട്ടെന്ന് വിടും എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂറിനകത്ത് വെച്ച് ബാക്കി ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പൂർത്തീകരിക്കും. അള്ളാഹു ഇവിടെ കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മജ്‌ലിസുന്നൂറിൻ്റെ 1ാം വാർഷിക സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ഉദ്ഘാടന പ്രഭാഷണത്തിന് ശേഷം നമ്മുടെ ഉസ്താദ് അവരുടെ പ്രഭാഷണം തുടരും. 9:30 മണിയോടുകൂടെ ദുആ ചെയ്ത് പിരിയും. അതുവരെ എല്ലാ ആളുകളും സാന്നിധ്യം കൊണ്ട് ഇവിടെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളെ നമ്മുടെ സമാപനമാണ്. നേരത്തെ തന്നെ നമ്മളെ പരിപാടി തുടങ്ങും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും അബ്ദുസ്സമദ് പൂക്കോട്ടൂരും ഈ വേദിയിൽ എത്തിച്ചേരും. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും നേരത്തെ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين. أما بعد. بسم الله الرحمن الرحيم.
إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب صدق الله مولانا الكريم. വേദിയിലുള്ള അഭിവന്ദരായ അബൂബക്കർ മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിയാർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ ജീവദാരിമി കൊല്ലം, ഒമാനിയാൻ റാസി ബാഖവി, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് ബൈത്തുൽ മുസാഅദ എന്ന നാമത്തിൽ രണ്ടാമത്തെ ഭവനത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നാളെ നിർവഹിക്കപ്പെടുന്നത്. അഗതികളായ, അനാഥരായ, പാവപ്പെട്ടവരെ സംരക്ഷിക്കുകയും അവർക്ക് ചായ്ക്കാൻ ഇടം നൽകുകയും ചെയ്യുന്ന വലിയൊരു സദുദ്യമമാണ് നമ്മുടെ SKSSFൻ്റെ ഈ പ്രദേശത്തുള്ള പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. സർവശക്തനായ റബ്ബ് തആല അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകട്ടെ. അതിനുവേണ്ടി സഹായിച്ചവരുണ്ട്, കഠിനാധ്വാനം ചെയ്തവരുണ്ട്, അതിനു വേണ്ടി ഓടി നടന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ തന്നെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അജണ്ടയാണ്. വിജ്ഞാനം, വിനയം, സേവനം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അറിവിനാണ്. അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അറിവ് കൊണ്ട് തന്നെ വിനയം കരസ്ഥമാക്കാൻ സാധിക്കും. വിനയമുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ പ്രയാസങ്ങൾ കണ്ടെത്താനും സാധിക്കും. ഇന്ന് കേരളത്തിൽ തുല്യതയില്ലാത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ് SKSS. എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുണ്ട്, ആതുര രംഗത്തുണ്ട്, ഇതുപോലത്തെ റിലീഫ് രംഗങ്ങളിലുണ്ട്. മറ്റേതേത് മേഖലകളിലും നമ്മുടെ യുവാക്കളായ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ സജ്ജരാണ്. അതുതന്നെയാണ് അവരുടെ ഈ പ്രായത്തിൽ ഇതുപോലുള്ള 2 ഭവനങ്ങൾക്ക് ഈ ഒരു ചെറിയ പ്രദേശത്ത് പടുത്തുയർത്തി എത്താൻ സാധിച്ചു എന്നുള്ളത്. അതൊക്കെ റഅഫത്താണ്, സ്നേഹവാത്സല്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അന്യോന്യം റഅഫത്തുണ്ടായിരിക്കണം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ദിനേന പത്രങ്ങളിലൊക്കെ നാം കാണുന്നതും വായിക്കുന്നവരും വാത്സല്യങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. കഴിഞ്ഞ ദിവസം 2 കുരുന്നുകളെ വണ്ടിയിൽ യാത്രയാക്കി വിട്ട ഒരു സംഭവം നാം പത്രത്തിൽ വായിച്ചു വരാം. 4 ഉം 7 വയസ്സായ കുട്ടികളെ കൃപ നഷ്ടപ്പെട്ട കഠിന ഹൃദയക്കാരനായ ഒരുത്തൻ്റെ പ്രവൃത്തി. കഠിനമായ ഹൃദയം ഇന്ന് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നന്മകൾ കടക്കാനുള്ള ഒരു വേദി, ഒരു അവസരം ആ ഹൃദയത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ദുർചിന്തകളും ദുർപ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ലോലമായ മനസ്സിൻ്റെ ഹൃദയത്തെ അത് മലീനസമാക്കുകയാണ്. ഓരോ പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അവൻ്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വീഴുമെന്നാണ് ഹബീബായ ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മൻ അദ്നമൽ അബ്ദു ദംബൻ, ഒരടിമ ഒരു കുറ്റം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയിടും. അങ്ങനെ ദിനേന ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കറുത്ത പുള്ളികൾ വീഴുകയും നന്മക്കൊരിടമില്ലാതെ വരികയും ചെയ്യുമ്പോൾ ഒരു കഠിന ഹൃദയമുള്ള അയാളായി മാറുകയാണവൻ. അപ്പോൾ ഏതേത് വലിയ വലിയ ഗുരുതരമായ തെറ്റുകളും അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടാൽ അല്ല ചെയ്തു കഴിഞ്ഞാൽ അതിന് ദിവസങ്ങളോളം പ്രായശ്ചിത്തം നൽകുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നൊരു സംഭവമുണ്ടെങ്കിൽ ഇന്നതൊക്കെ തന്നെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുക. എത്ര കഠോരമായ തെറ്റുകളാണെങ്കിലും ആ തെറ്റുകളൊക്കെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അവൻ ശിക്ഷിക്കുന്നതിന് പുറമേ അവന് സ്ഥാനം നൽകിക്കൊണ്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരവസ്ഥയാണെന്നുള്ളത്. വലിയ വലിയ തെറ്റുകൾ ചെയ്താൽ പോലും ജനസമൂഹത്തിൽ അവൻ്റെ മറ്റുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. എത്ര വലിയ തെറ്റുകളാണെങ്കിലും അത് തെറ്റല്ലാതെ ആക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഠിന ഹൃദയമാകുമ്പോൾ അവനേത് തെറ്റിനും ഒരു മടിയില്ല. സ്വന്തം പിതാവിനെ വധിക്കാൻ, ഉമ്മയെ വധിക്കാൻ, കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി വധിക്കാൻ, ഇതൊന്നും അവൻ്റെ ഒരു പ്രയാസമില്ലാതെ വരുന്നു. മുഖ്യ കാരണം എന്നുള്ളത് കഠിന ഹൃദയമായി എന്നുള്ളതാണ്. കസ്വത്തുൽ ഖൽബ്. അതിനൊക്കെ ഒരു സംസ്കരണം ആവശ്യമല്ലേ? തെറ്റിൻ്റെ വഴികൾ നമുക്ക് അടച്ചിടണ്ടേ? അതിലുള്ള ചിന്തകൾ നമുക്ക് ഇല്ലാതെയാക്കേണ്ടേ? അതിനാണ് ഇതുപോലുള്ള ആത്മീയ സദസ്സുകൾക്ക് മഹാന്മാർ നിർദ്ദേശിക്കുന്നതും അത് നടത്തി വരുന്നത്. നാട്ടിൽ അരാജകത്വവും അക്രമവും ഒക്കെ തന്നെ വർദ്ധിച്ച സന്ദർഭത്തിൽ വന്യരായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് സമൂഹത്തോട് ആഹ്വാനം ചെയ്തു, ബദ്രീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണമെന്നുള്ളത്. ആഹ്വാനം സമൂഹം ഏറ്റെടുത്തു. കേരളീയ മുസ്ലിങ്ങൾ ഏറ്റെടുത്തു, പുറത്തുള്ള മുസ്ലിങ്ങൾ ഏറ്റെടുത്തു, ഇന്ത്യക്ക് പുറത്തുള്ളവർ പോലും ഏറ്റെടുത്തു. ഇന്ന് 6000-ൽ പരം സദസ്സുകൾ ഇന്ന് കേരളത്തിൽ തന്നെ ആത്മീയ സദസ്സായ ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നടത്തുന്ന സദസ്സുകൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ, വിശ്വാസത്തെ ഉറപ്പിക്കാൻ സഹായങ്ങൾ തേടുന്ന കൂട്ടത്തിൽ ബദരീങ്ങളുടെ സഹായവും വേണമെന്നുള്ളതാണ്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പല സഹായം തേടുന്നവരാണ് നാം. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ അന്യോന്യം തേടുന്നവരാണ്. സഹായമില്ലാതെ ഒരാൾക്കും തന്നെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നാം ഒക്കെ ഫക്കീറും അള്ളാഹു വനിയുമായത്. അള്ളാഹു വനി എന്ന് പറഞ്ഞാൽ ഒന്നിലും ആവശ്യമില്ലാത്തവൻ. ഫക്കീർ എന്ന എല്ലാറ്റിലേക്കും ആവശ്യമുള്ളവൻ, പലരിലേക്കും ആവശ്യമുള്ളവൻ. നമുക്ക് ഫക്കീറാണ്. എന്തുകൊണ്ട്? നമുക്ക് എല്ലാറ്റിലും ആവശ്യമുണ്ട്. നീ എത്ര തന്നെ വേണ്ട എന്ന് പറഞ്ഞാലും, എന്ത് നാം വേണ്ടാതെ വെക്കുന്ന സാധനങ്ങളിൽ പോലും ആവശ്യമുള്ളവരാണ് നാമൊക്കെ. എല്ലാറ്റിലും ആവശ്യമുള്ളവനാണ് നാം, ഫക്കീറാണ് നാം. മറ്റുള്ളവരിലേക്ക് ആവശ്യം വരും, മറ്റു വസ്തുക്കളിലേക്ക് ആവശ്യം വരും. അതുകൊണ്ട് മറ്റു മനുഷ്യരിലേക്കും മറ്റുള്ളവരിലേക്കും എല്ലാറ്റിലേക്കും നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യം തേടുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ആത്മീയമായി അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം നിലനിർത്താൻ മഹാന്മാരുടെ സഹായം ആവശ്യമുണ്ട്. ജീവിച്ചിരിക്കുന്നവരോട് നാം അതിനുവേണ്ടി സഹായം തേടാറുണ്ട്. മരിച്ചവരോട് നാം സഹായം തേടാറുണ്ട്. ഇതിനു വേണ്ടി നമ്മുടെ വിശ്വാസത്തെ നിലനിർത്താൻ, അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കാനാണ്. സഹായം തേടുക എന്നുള്ളതോ അതല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെടുക എന്നുള്ളത് അത് ഇബാദത്തിൽ അവർ ചേർക്കുക എന്നല്ല അതിനർത്ഥം. മറിച്ച് നമ്മുടെ
പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിൽ അവർക്കൊരു പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് അവരോട് നാം ആവശ്യപ്പെടുന്നത്. അത് ഇബാദത്തിൽ ചേർക്കുക എന്നുള്ളതല്ല. അത് ജീവിച്ചിരിക്കുന്നവരോട് നാം സഹായം തേടുമ്പോൾ അത് അവരോട് ഇബാദത്ത് ചെയ്യുക എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മഹാത്മാക്കളായ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അമ്പിയാക്കൾക്ക് ശേഷം ഉന്നതരാണ് മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങൾ. ബദരീങ്ങളോട് നമുക്ക് ജീവിതത്തിലും നമ്മുടെ മരണസമയത്തും ഒക്കെ നമുക്ക് അവരുടെ സഹായം വേണം, ആത്മീയ സഹായം വേണം. മരിക്കുന്ന സമയത്ത് സൂറത്ത് യാസീൻ ഓതണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എന്തിനാ? ആ സമയത്ത് പിശാചിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, ശർറുണ്ടാവും. അപ്പം അതിനെ തടഞ്ഞു നിർത്താൻ സൂറത്ത് യാസീൻ കൊണ്ട് സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ശൈത്താൻ മറ്റൊരു വഴിയിലൂടെ പിന്തിരിഞ്ഞോടുമോ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. എന്താ? മഹാത്മാക്കളുടെ സാന്നിധ്യം പിശാചിന് ദൂരെ പോകാനിട വരും. അതുകൊണ്ടാണ് നാം മഹാത്മാക്കളായ ബദരീങ്ങളുടെ സാന്നിധ്യം വേണം. അവർ മരിച്ചവരിട്ടുണ്ടെങ്കിലും അവർ ഈ ലോകത്തോട് വിടർഞ്ഞിട്ടും ഫൈനും മഹയ, അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാ. പരിശുദ്ധ ഖുർആനല്ലേ. അപ്പോൾ അവരുടെ സഹായം നമുക്ക് വേണം. മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ, വിശ്വാസം ഉറപ്പിക്കാൻ അവിടെയൊക്കെ സഹായം ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. മഹത്തായ ബദരീങ്ങളുടെ നാം ഉച്ചരിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന ഈ കാവ്യമായി പദ്യമായി കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സുകൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. സർവശക്തനായ റബ്ബ് തആല നമ്മുടെ ഈമാൻ സലാമത്തിലാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉറപ്പിച്ചിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷത്തോളമായി ജയിലിലകപ്പെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ബദരീങ്ങളുടെ ഹക്ക് ജാബർക്കത്തുണ്ട്. ആ സഹോദരൻ അല്ലാഹു രക്ഷ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്രകാരം തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ 2 ഭവനങ്ങൾക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് ഹസ്തങ്ങളുണ്ട്. സർവശക്തൻ അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. അവരുടെ ജോലി പ്രവൃത്തിയിൽ കച്ചവടങ്ങളിലേക്ക് അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം നിലനിർത്തി തരുമാറാവട്ടെ. ഖൈറും നന്മയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിലുപരി പരീക്ഷ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. അടുത്ത ദിവസങ്ങളിലായി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. റഹ്മാനായ തമ്പുരാൻ നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ തന്നെ പരീക്ഷ ഉന്നത വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ സയ്യിദുൽ മുസ്ലിയാർ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട പി കെ അബൂബക്കർ മുസ്ലിയാർ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഖബറിൽ സ്വർഗ്ഗ പൂങ്കാവനമായി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും ജന്നാത്ത് ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നാം നമ്മുടെ ഇവിടെ വേദി ഒരുക്കിയുള്ള ഖബർ മുസ്താദ് അവരുടെ വേദി പ്രകാരം നമ്മുടെ വിട പറഞ്ഞ മഹാനായ കൊട്ടുമലട്ടി മാപ്പൂസ്ലിയാർ, നമ്മുടെ മറ്റ് സദാത്യങ്ങൾ ആലിമീങ്ങൾ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ സദാത്യങ്ങൾ ആലിമീങ്ങൾ, ഇവിടെ എഴുതി തീർക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വചനത്തിൽ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായി കാണുന്ന നിർവചിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ മദ്രസയിലേക്ക് ചില സഹോദരങ്ങൾ നമ്മുടെ ഭക്ഷണം ധർമ്മം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ അഞ്ചാലൻ അംസഹാജിക്ക് നൽകിക്കൊണ്ട് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും അന്നദാനമുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ ആളുകളും പിരിഞ്ഞു പോകാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം ഉസ്താദ് അവരുടെ പ്രഭാഷണം തുടങ്ങും.
പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷമീർ ദാരിമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. എല്ലാവരും ഉറക്കെ ചൊല്ലിക്കൊള്ളി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഫലബത്തും വൽ ഹാരിഫു حارثة والحارث ثابتهم والحارث آب المرشد عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് മരിക്കുന്ന സമയം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വന്നിട്ട് കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുത്തത്? എന്തുകൊണ്ടാ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുത്തത്? അവിടെ വെച്ച് പറഞ്ഞു, തന്റെ അയൽവാസികളായിരുന്ന ബഹുമാനപ്പെട്ട ഈ സ്വഹാബത്തിന് പരിശുദ്ധമാക്കപ്പെട്ട ബദറിൽ പോയി പങ്കെടുത്തതിന് ശേഷം, ബദറിൽ പോയതിന് ശേഷം അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് കിട്ടിയാലും അതവർക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. ഭക്ഷണം വെച്ചാൽ അതിൻ്റെ ഒരൽപ്പം അല്ലാഹുവേ പരിശുദ്ധമായ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്താണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, പ്രിയപ്പെട്ട സ്വഹാബ, സഅദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കലിമ അവിടുന്ന് ചൊല്ലിക്കൊടുത്തുവെന്ന് പറഞ്ഞു പോയെങ്കിലും മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ കെണിയിൽ പെടാതെ കടന്നുപോയതും അത് ഈ ഒരു കാരണത്താലാണ്. അവരെ സ്നേഹിച്ചത് കൊണ്ടാണ്, ബഹുമാനിച്ചത് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ബദൽ പങ്കെടുത്ത ഒന്നാമത്തെ ആളല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സ്നേഹം നമുക്ക് ഉണ്ടാവുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അല്ലെ, നമുക്ക് വേണ്ടി ഇതുപോലെ ഈ ഒരു ഇരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി അവർ കടന്നുപോയതാണ് പരിശുദ്ധരായ ബദരീങ്ങൾ. വിശന്ന് വലഞ്ഞൊട്ടി അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് വേണ്ടി അവർ കടന്നുപോയി അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലേ. ബദർ യുദ്ധ കാലം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ, കുതിരത്തുടയോനും കൽപ്പിച്ചു ശക്തിയായുധ സാമഗ്രി ജോറാണ്. മുത്തുനബി സൈന്യം കുറവാണ്, വെറും 313 പേരാണ്. പരിശുദ്ധ തക്ബീർ ധ്വനിയെങ്ങും മുഴക്കിയേ പുരുഷരാം ബദരീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഒന്ന് കടന്നുപോയവരാ. അവിടെ ചെന്ന് ഹബീബിന് വേണ്ടി സമയം കൊടുത്തവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞു? ആ ഒരു വാക്കിലൂടെ കടന്നുപോയവരാണ്. അവരെ സ്നേഹിച്ചവർക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കുമെന്ന്. അതുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോ കലിമ ചൊല്ലിയിട്ട് മരിച്ചു പോയതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോഴോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല
തആല അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല ഈ പറയുന്നത്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫ നബി തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 6 പെൺമക്കളാണ്. 6 പെൺമക്കളാണ്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ 4 മക്കളുള്ളവരുണ്ട്, 5 ഉള്ളവരുണ്ട്, ചിലപ്പോൾ 3 മക്കളുള്ളവരുണ്ട്. വിവാഹത്തിന് സമയമായി, കെട്ടിക്കാൻ നിവർത്തിയില്ല, നൊമ്പരമാണ്, ബുദ്ധിമുട്ടാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്ന റസൂലുള്ളാഹിയോട് ഒരു വേള പറഞ്ഞു, നബിയെ ദുആ അരക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സഅദിന് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. ലോകത്തിന്റെ രാജകുമാരനായ മദീനത്തിന്റെ തണിയേ, നമ്മുടെ ഖൽബിന്റെ നിധിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തോട് വിട പറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. വന്നുകൊണ്ട് പറഞ്ഞ, അബ്ബാസ് തങ്ങളേ, മനസ്സിന്റെ ഉള്ളിൽ വേദനയാ. അവിടെ എന്നതാ കടന്നു വന്നുകൊണ്ട് ഉസ്മാൻ തങ്ങളോട് പറയുന്നു, ഉസ്മാൻ തങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ വേദനയാണ്, നൊമ്പരമാണ്, പ്രയാസമാ. ചോദിച്ചുപോയി, അല്ല, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് അബ്ബാസ്? നിങ്ങളുടെ ജീവിതത്തിന് പ്രയാസമുള്ളത് കൊണ്ടാണോ? നിങ്ങളുടെ ജീവിതത്തിന് നൊമ്പരമുള്ളത് കൊണ്ടാണോ? നിങ്ങളുടെ ജീവിതത്തിന് കണ്ണുനീരുള്ളത് കൊണ്ടാണോ? എന്തേ നിങ്ങൾ ഇങ്ങനെ വാവിട്ടുകൊണ്ട് കരഞ്ഞു പോകുന്നതെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ, യാ അല്ലാഹ്, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോവുകയാ, എന്റെ ഈ ഒരു കൈ തളർന്നു പോയതാണ്, എന്റെ ഈ ഒരു കൈവല്ല തളർന്നു പോയതാണ്. ആ കൈയപ്പോ നല്ലതുപോലെ പൊക്കാൻ കഴിയുന്നില്ല. വേദനയാ, വിഷമത്തിലാ, നമ്പരത്തിലാ. ഒരു ജോലിക്ക് പോലും പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട പെൺമക്കളാണ്, അവരെ കെട്ടിക്കാൻ സമയമായിരിക്കുകയാ. എന്ത് ചെയ്യുമെന്ന് ഒരു നിവൃത്തിയുമില്ലാതെ വല്ലാത്ത വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ആരാ കടന്നു വരുന്നു എന്ന് വിചാരിച്ചിട്ട് 2 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നു. അന്ന് എനിക്ക് ഒരുപാട് ഈത്തപ്പനത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആകെ വിഷമത്തിലാണ്, നമ്പരത്തിലാ. അങ്ങനെ കണ്ണുനീരോടുകൂടി കഴിഞ്ഞിരുന്നപ്പോ സമ്പത്തിനെ മോഹിച്ചുകൊണ്ട് കടന്നു വന്നു പോയ ആ ചെറുപ്പക്കാരന്റെ മക്കളുടെ കല്യാണത്തിന് ആവശ്യപ്പെട്ടു. അവസാനം അവർ പറഞ്ഞു പോയ ഒരേ ഒരു വാക്കാ, ഇന്ന സ്ഥലത്തുള്ള ആ ഒരു തോട്ടത്തിന് പകരം നിങ്ങളുടെ മകൾ എനിക്ക് സന്തോഷമാണ് എന്നവിടെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു പോയി, തോട്ടമില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞതിൽ പിന്നെ ആ ചെറുപ്പക്കാർ മദീന മുഴുവനും പാട്ടാക്കുകയാ. അബ്ബാസ് പഴയതുപോലെ അല്ല, അബ്ബാസ് പാപ്പരായിരിക്കുകയാണ്, മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നീ എന്റെ ചെറുപ്പക്കാര് വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ മനസ്സ് കൊടുത്തൊന്ന് കേൾക്കുക. അന്ന് മുതൽ ഒരു ചെറുപ്പക്കാരനും കല്യാണാലോചനയുമായിട്ട് കടന്നു വരില്ല. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറയുകയാണ്, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. പക്ഷെ എനിക്ക് ഒരേ ഒരു കാര്യമറിയാ, മദീനത്തിന്റെ രാജകുമാരനായ അംബര തോട്ടിൽ വിരിഞ്ഞ താരക നൂറുള്ള മാണിക്യ കല്യ മുസ്തഫ നബി പൂമുല്ല കാട്ടിയ വാക്കാലെ ചൊല്ലിടാനും നീതാനല്ല അഷ്റഫുൽ ഖൽഖായ മുസ്തഫാവിൽ തിരുവാക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കാൻ പറഞ്ഞ, ബഹുമാനിക്കാൻ പറഞ്ഞ ചില ആളുകളെ എനിക്കറിയാം. ആ ഒരു ആളുകളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങൾ ആദരിച്ചു പോയാൽ, ബഹുമാനിച്ചു പോയാൽ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റുന്നതാ. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിന്റെ നമ്പരങ്ങൾ മാറ്റുന്നതാ. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിന്റെ കണ്ണുനീരും കഷ്ടതകളും മാറ്റുന്നതാണ്. ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോഴനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു പോവുകയാണ്, ഓ പ്രിയപ്പെട്ട ഉസ്മാൻ, അവരാരാണെന്ന് പറയാവോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ശരീഖുനൽ ഹിറാശുഷ വദോഷിമാലൈനിൽ ഖശ ശമ്മാസു ഖിദാശിയുഷ ആമിറു ശുജാഉൽ അബ്ദുല്ലാ ശംസി അബു കബശ ഫശ യസീദു ഖല്ലാദുൽ നശ ഷാഹി അബു സബ്റാമശ കുല്ലിഹിൻ ബിദ്വാനുല്ലാഹ് ഉറക ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പറയപ്പെട്ടവരാരെന്നറിയോ? അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമായ ആ ബദറിന്റെ രണാഗണത്തിലേക്കൊന്ന് കടന്നുപോയവരാണ്. അത് മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂൽ ഇവരുടെ പേരെടുത്ത് വെച്ചുകൊണ്ട് പറയാനുള്ള കാരണം എന്തെന്നറിയോ? അവിടെ അല്ലാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട സ്വഹാബത്തും അവിടെ വെള്ളം കെട്ടി നിർത്തുകയാണ്. അവർക്ക് കുടിക്കാൻ ജലമില്ല, വെള്ളമില്ല. അവിടെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലല്ലാഹ്, എല്ലാവരും ക്ഷീണമുള്ള സ്വഭാവത്താണ്. അറിയാതെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ പ്രിയപ്പെട്ട സ്വഭാവത്തിൽ പല സ്വഭാവത്തും ജനാപത്തുള്ളവരായിരിക്കുകയാ. അവർക്ക് സുബഹ് നിസ്കരിക്കണം നബിയേ, അതുകൊണ്ട് അവർക്ക് നല്ലതുപോലെ കുളിച്ചേ മതിയാവുകയുള്ളൂ. കുളിക്കാൻ വെള്ളമില്ല നബിയേ, അതുകൊണ്ട് റസൂലുള്ളാഹ് ഞങ്ങൾക്ക് വെള്ളം വേണം. റസൂലുള്ളാഹിയോട് പറയാൻ മടിയാണെങ്കിലോ പക്ഷേ സുബഹ് നിസ്കരിക്കണമല്ലോ. ആ ഒരു പ്രതീക്ഷയോട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലല്ലാഹ്, അതിനുള്ള വഴിയെന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ രക്കുകയാണ്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പാവപ്പെട്ടവരാണ്, അവർക്ക് നല്ലതുപോലെ ഭക്ഷണമില്ല അല്ലാ, അവർക്ക് നല്ലതുപോലെ കൊടുക്കാനും കുളിക്കാനും വെള്ളമില്ല അല്ലാ. അതുകൊണ്ട് പടച്ചോനേ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് കുളിക്കാനും കുടിക്കാനും നീ അല്പം വെള്ളം തരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ദുആ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഗഗനലോകത്തുന്ന കാർമേഘം കൂരലാവുകയാ, മഴ പെയ്യുകയാ. മഴ നല്ല തകർപ്പിയായി പെയ്തുപോയി. അപ്പോഴാണ് അപ്പുറത്തുള്ളവന്റെ ശത്രുക്കളുടെ അണക്കെട്ട് മുഴുവനും പൊട്ടിവലിച്ചു. അവരുടെ വെള്ളക്കെട്ടെല്ലാം പൊട്ടിവലിച്ചു. അതെല്ലാം ഒലിച്ചു പോവുകയാ. അവസാനം മഴ നിന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കിണർ, അതിനകത്ത് മാത്രം വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ സ്വഹാബത്ത് കുളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ശത്രുപക്ഷം പറഞ്ഞു വിടുക ആരാണ് അവിടെ പോയിട്ട് വെള്ളമെടുത്തു കൊണ്ടുവരുന്നത്. ആ ഒരു വെള്ളമെടുത്തു കൊണ്ടുവരുന്നവനിക്ക് എന്തും തരാമെന്ന് പറയുകയാ. വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. രണ്ടാളുകളാണ് ആദ്യം ചാടി എഴുന്നേറ്റത്. അത് മുഴുവനും വിശദീകരിച്ചാൽ നമുക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഓരോ ഓഫറുകൾ കൊടുക്കുകയാണ്. അവിടെ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിന്റെ അള്ളാന്റെ ഹബീബിന്റെ ഹൗലയിൽ വെള്ളമെടുക്കുമെന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റുകൊണ്ട് കടന്നുകൂടുമ്പോ ആദ്യമായിട്ട് വെള്ളമെടുക്കാൻ സമ്മതിക്കൂലാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത് ഈ പറയപ്പെട്ട സ്വഹാബത്ത. എന്റെ റസൂലുള്ള ദുആ ചെയ്തിട്ട് അല്ലാഹു നമുക്ക് തന്ന ജലമാണ്, അതിൽ നിന്ന് ശത്രുപാളയത്തിലുള്ള ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂലാന്ന് പറഞ്ഞു വന്നത് ഈ സ്വഹാബത്താണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് അവരോട് വല്ലാത്ത സ്നേഹമാ. നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ളതാ അല്ലേ? വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സോവാദിലുമാറടാ വല്ലൽ നബി മഹമൂദർ ഹൗലിനോ വെള്ളം കുടിക്കുന്നോനാരടാ അംബർ ഷഫീഉൽ കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് കോരടാ ഖൈറുൽ വറാം നബീന വെള്ളം കുടിക്കുന്നോനാരടാ വമ്പന്മാരുണ്ടെങ്കിലും ഞാനൊന്ന് കാണട്ടെ വന്നാവിധത്തോടെ വെള്ളം കുടിച്ചാട്ടെ തുമ്പിട്ട് മാമാകം പൊട്ടിയോളൈമട്ട് ഓറിയ ബാക്കീനെ കേട്ടു പണിപ്പെട്ട്
അവിടെ എല്ലാവരും കടന്നു വന്നപ്പോ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ചാടി വരുമ്പോ സന്തോഷത്തോടെ പറഞ്ഞു പോയതാണ്, പറ്റൂല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹൗലീന് വെള്ളം കുടിക്കാൻ ഒരാളെയും സമ്മതിക്കൂല എന്ന് പറഞ്ഞപ്പോ മുസ്തഫ നബി തങ്ങളുടെ ചുറ്റും വളഞ്ഞു പോയത്, അവർ ആക്രമിക്കുവോ റസൂലുള്ളാഹി എന്ന് പേടിച്ചുകൊണ്ട് വളഞ്ഞു പോയ ഈ സ്വഹാബിമാരെ പറ്റി എപ്പോഴും റസൂലുള്ള പറയാറുണ്ട്, അവരെന്റെ മുമ്പിലുള്ള കാവൽക്കാരാണ് എന്ന് പറഞ്ഞ് ഈ ഒരു സ്വഹാബത്തിനെ മുന്നിൽ നിർത്തുക. എന്നിട്ട് ദുആ ചെയ്തു അബ്ബാസ് എന്നവിടം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ വീട്ടിലേക്ക് ഓടുകയാ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ, നമ്മുടെ പുന്നാര മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ സമയം കഴിഞ്ഞിരിക്കുകയാ, ഈ പൊന്നുമക്കളെ കല്യാണം കഴിപ്പിക്കാൻ സമയം കഴിഞ്ഞിരിക്കുകയാ. ഇന്ന് ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആളുകൾ എന്നെ വിളിക്കുന്നത് പെൺമക്കളുടെ വാപ്പയെന്നാണ്, മച്ചികളുടെ വാപ്പയെന്നാണ്, പ്രസവിക്കാത്ത മക്കളുടെ ഉപ്പയെന്നാണ് എന്നെ വിളിക്കുന്നത്. എനിക്കതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ എനിക്ക് മടിയാണ് മോളെ എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു പോയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചില സ്വഹാബത്തിന്റെ പേര് പറഞ്ഞല്ലോ, ശരീകുനൽ ഹീറാശുഷ വദുഷിമാലൈനിൽ ഖശ ശമ്മാസു ഖീദാശുയഷ ആമിർ ശുജാഉ അബ്ദുല്ലാഹ് ശംസി അബുൽ കബ്ഷ ഫശ യസീദു ഖല്ലാദുൽ ഷാ ഷാഹി അബു സബ്റ മശാ കുല്ലിഹിം റിളവാനുല്ലാഹ്. ഇവരുടെ പേരൊന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞു പോയതാ, അവരെ ഒന്ന് ഓർക്കാൻ പറഞ്ഞു പോയതാ, അവരെ ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞു പോയതാ. അന്ന് മുതൽ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ മക്കൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. ആ ബദറിൽ പങ്കെടുത്തു പോയ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മക്കൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുകയാ. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് കടന്നു പോയിട്ടുള്ള പാവപ്പെട്ടവരായ സ്വഹാബത്തുണ്ടല്ലോ, അവരെ സ്നേഹിക്കുന്നതിന് പകരമായിട്ട് അവരുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്തെന്ന പ്രിയപ്പെട്ട സയ്യിദവറുകൾ പറഞ്ഞല്ലോ, അവരെ മുന്നിൽ നിർത്തിയിട്ട് ദുആ ചെയ്തു. ആത്മീയമായ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വരുമെന്നാണല്ലോ. അങ്ങനെ ദുആ ചെയ്തു. 1 മാസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്തട്ടിൽ നിൽക്കുമ്പോ ഒരാൾ കടന്നു വരികയാ. ഇന്ന നാട്ടിൽ നിന്നാ ഞങ്ങൾ കടന്നു വരുന്നത്, കുടിക്കാൻ ഒരൽപ്പം വെള്ളം വേണം. അങ്ങനെ വെള്ളം കൊടുത്തു. ചോദിച്ചു, ഇവിടെ കഴിക്കാൻ വല്ലതുമുണ്ടോ? അപ്പൊ അവിടെ നിന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ചോദിച്ചു, വീട്ടിന്റെ ഉള്ളിൽ ആരാണുള്ളത്? ഇന്നതുപോലൊക്കെയാണ് കാര്യങ്ങള്, എനിക്ക് ഇത്ര മക്കളാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് അവിടെ നിന്ന് ചോദിച്ചു പോയത്, നിങ്ങളുടെ പേര് അബ്ബാസ് എന്നാണ്? നിങ്ങളുടെ പേര് അബ്ബാസ് എന്നാണ്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു പോയത്, എന്നെ പറ്റി ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലാ, ഒരാള് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നത് ആരെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ തണിയായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളെ പറ്റിയൊക്കെ റസൂലുള്ള പറഞ്ഞു പോയതാണ്. അവർ സന്തോഷത്തോടെ കടന്നു വന്നതാ. നിങ്ങളുടെ മക്കളെ, എന്റെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് സുന്ദരമായിട്ട് നിക്കാഹിന്റെ മുഹൂർത്തങ്ങൾ അവിടെ കഴിഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, മക്കളെ കെട്ടിക്കാറുണ്ടെന്ന് പറഞ്ഞ് പേടി വേണ്ട. അല്ലാഹുവേ, പരിശുദ്ധരായ ബദരീങ്ങളെ മനസ്സിലൊന്ന് കൊണ്ടുവന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോട് ദുആ ചെയ്തോ പ്രിയപ്പെട്ടവരെ. എന്നാൽ അല്ലാഹു സന്തോഷം തരൂല്ലേ? 1 മണിക്കൂർ വേണ്ട, 2 മണിക്കൂർ വേണ്ട, മനസ്സറിഞ്ഞുകൊണ്ട് അവിടുന്ന് മജ്‌ലിസുന്നൂറിന്റെ കിതാബ് എടുക്കുക. നല്ല നീയത്തോടുകൂടി ഒരാഴ്ച മക്കളെ വിളിച്ച്, ഭാര്യയെ വിളിച്ച്, സഹോദരങ്ങളെ വിളിച്ച് എല്ലാവരും ഒരുമിച്ചിരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒരു അനുഭവം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ അനുജൻ, അവന്റെ മകനിക്ക് ഹാർട്ടിൽ ചെറിയൊരു ഹോള്,
ഇതിവിടെ ഞാൻ തുറന്ന് പറയുന്നത് മജ്‌ലിസുന്നൂറിന്റെ പവർ പറയുകയാ. ഒരുപാട് പ്രാവശ്യം കൊണ്ടുപോയി, ഇനി ഒരു ഹോളുണ്ട് അടയണം, അതടഞ്ഞില്ലെങ്കിൽ വിഷയമാ. 2 വട്ടം കൊണ്ടുപോയിട്ടും അവിടെ നിന്ന് മാറിയിട്ടില്ല. പ്രഭാഷണമില്ലാത്ത ഒരു സമയം ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നവിടെ മജ്‌ലിസുന്നൂർ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചു. വീട്ടിന്റെ ഉള്ളിൽ മജ്‌ലിസുന്നൂർ അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടുകൂടി വെക്കുകയാണ്. അല്ലാഹുവേ, മനസ്സറിഞ്ഞുകൊണ്ട് ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബില്ലാബിദി സല്ലല്ലാഹു മുഹമ്മദി വൽ ആലി വസല്ലമുല്ലാഹ് അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. റബ്ബേ, ഈ കടന്നു വന്നത് പരിശുദ്ധരായ ബദരീങ്ങളെ പറ്റിയിട്ടാണ്. ഇതിന് പവറുണ്ടല്ലാഹുവേ. മദീനത്തിന്റെ രാജകുമാരൻ ബദറിൽ പങ്കെടുത്ത 1ാമത്തെ മഹാനുഭാവനാണ്. അല്ലാഹ്, അവരുടെ ജീവിതത്തിന്റെ പവർ കൊണ്ട്, ബദറിന്റെ പവർ കൊണ്ട് അല്ലാഹുവേ, ഈ കുഞ്ഞുമോൻ ഇനി അടുത്ത ടെസ്റ്റില് ഈ രോഗമില്ല എന്നൊന്ന് അറിയിപ്പിക്കണമല്ല എന്നവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് നല്ലതുപോലെ അവിടെ നിന്ന് മജ്‌ലിസുന്നൂർ കഴിച്ചു. ആ പൊന്നുമോന് അവിടെ കൊണ്ടുവരുത്തുകയാ. മജ്‌ലിസുന്നൂറിന്റെ സദസ്സിൽ കൊണ്ടുവച്ച വെള്ളമെടുത്ത മകനെ കുളിപ്പിച്ചു. നേരം വെളുത്ത് ഹോസ്പിറ്റലിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. വല്ലാഹി എത്ര പെട്ടെന്നാ ഹോളടഞ്ഞത്. ഡോക്ടർമാർ പോലും അന്തം വിട്ടിട്ട് പറഞ്ഞു പോവുകയാ. ഡോക്ടർ രവീന്ദ്രൻ ഇവിടെ നിന്ന് പറഞ്ഞു പോയി, എന്താണെന്നറിയില്ല, പെട്ടെന്നടഞ്ഞല്ലോ, ഞങ്ങൾ മാറൂലാന്ന് വിചാരിച്ചതാ, ഇനി വലിയ ഡോസുള്ള മരുന്ന് എഴുതണമെന്ന് വിചാരിച്ചു പോയതാ. കുട്ടിയാണ്, എങ്ങനെയാണ് കുട്ടിക്ക് വലിയ വലിയ മരുന്നുകൾ കൊടുക്കുക? അത് പേടിച്ചിട്ട് ഞങ്ങൾ കൊടുക്കാതിരുന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മജ്‌ലിസുന്നൂർ എന്ന് പറഞ്ഞാലോ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ തിരുമുറ്റത്തുനിന്ന് കടന്നു വന്നു. ഇന്നേവരേക്ക് പാഴായിട്ടില്ലല്ലോ, ഇന്നേവരേക്ക് നഷ്ടമായിട്ടില്ലല്ലോ. അതിന്റെ തെളിവാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുപോലെ പ്രഭാഷണങ്ങളുടെ സദസ്സിലേക്കൊന്ന് കടന്നുകൂടുമ്പോ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവേ, പ്രഭാഷണം ആരംഭിക്കുമ്പോ തന്നെ വേദനയാ, സൗണ്ട് അടഞ്ഞു പോവുകയാ, വിഷമങ്ങൾ വരികയാ, കാലിന്റെ മുട്ടുകൾ തളരുന്ന പോലെ തോന്നുകയാണ്. അന്ന് പാണക്കാട് ദർസ് വാർഷികത്തിന് കടന്നുപോയി. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞു പോയി, തങ്ങളെ, കാര്യങ്ങൾ ഇങ്ങനൊക്കെയാണ്, വല്ലാത്ത നൊമ്പരമാണ്, പ്രയാസമാണ്. തങ്ങൾ എന്നോടൊരു സാധനം എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞത് കയ്യിൽ വെക്കുക, ഇൻഷാ അല്ലാഹ് ശരിയാകും. ഇന്നേവരേക്ക് റബ്ബിന്റെ കാരുണ്യം കൊണ്ട് ഓരോ ദിവസവും മുടങ്ങാതെ പ്രഭാഷണം കഴിഞ്ഞിട്ട് എന്റെ സൗണ്ടിന് അടവ് സംഭവിച്ചിട്ടില്ല. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ തിരുമുറ്റത്തുനിന്ന് കടന്നു വന്ന ഏതൊരു കാര്യമാണോ പ്രിയപ്പെട്ടവരെ നെഞ്ചാത്തൊന്ന് വെച്ചുകൊണ്ട് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാഹ് ജീവിതത്തിന് സന്തോഷമാ. ഇതുപോലെ 100കണക്കാன അനുഭവങ്ങളുടെ കഥകൾ പറയാനുണ്ട്. മക്കളുടെ കല്യാണം കഴിഞ്ഞ കഥകളുണ്ട്. പ്രിയപ്പെട്ട ബാപ്പാന്റെ ക്യാൻസർ മാറിയ കഥകളുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് രാമനാട്ടുകരയിൽ അല്ലാഹുവേ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാ മജ്‌ലിസുന്നൂറിന്റെ എല്ലാ ചിലവുകളും വഹിക്കുകയാ, മൈക്കിന്റെ വാടക കൊടുക്കുകയാ, ഭക്ഷണം കൊടുക്കുകയാണ്. ഞാൻ ചെന്നപാട് എന്റെ ചാര വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മരിച്ചു ജീവിച്ചവനാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത്? മജ്‌ലിസുന്നൂറിന്റെ പവർ കൊണ്ട് കടന്നു വന്നവനാ. വെല്ലൂര് പോലും കടന്നു പോയിട്ട് ഞാൻ ഇത് തുറന്ന് പറയുന്ന രാമനാട്ടുകരയിലുള്ള സാബർ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനാ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആഫിയത്തോടെ. ഇത് ഓൺലൈനിലൂടെ ചെറുപ്പക്കാര് കാണുന്നത് കൊണ്ട് പറഞ്ഞു പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്, വെല്ലൂർ എന്ന് പോലും കഴിയുന്നൊരവസ്ഥ. മജ്‌ലിസുന്നൂർ ചെല്ലുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അന്ന് ഞാൻ മജ്‌ലിസുന്നൂറിന്റെ അനുഭാവിയല്ല, അന്ന് ഞാൻ മജ്‌ലിസുന്നൂറിലൂടെ കടന്നു വരില്ല. എന്റെ ചിന്താ മണ്ഡലങ്ങൾ മുഴുവനും വികടമായി പോയിട്ടുള്ളതാണ്. പക്ഷേ മജ്‌ലിസുന്നൂറിനെ പറ്റി പറഞ്ഞു പോയപ്പോ ഒന്ന് ചൊല്ലാമെന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്തു. അത് മാറിയാൽ അല്ലാഹുവേ, അതിന് വേണ്ടുന്ന ചിലവുകൾ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയെ മാറ്റിയെന്ന് പറയുമ്പോഴോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 40 വയസ്സുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല മജ്‌ലിസുന്നൂർ, 70 വയസ്സുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല മജ്‌ലിസുന്നൂർ. വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ഉമ്മമാർക്ക് വേണ്ടിയുള്ളതല്ല മജ്‌ലിസുന്നൂർ. പിന്നെയോ ജീവിതത്തിന് ജോലി കിട്ടണോ ചെറുപ്പക്കാരാ? ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹുവിന് ജോലിയില്ലാതെ 17 കൊല്ലം നടന്നല്ലോ. അവസാനം ജോലി കിട്ടാൻ കാരണമോ ബദരീങ്ങളുടെ നാമമാണല്ലോ. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ സദസ്സിലേക്കൊന്ന് കടന്നു വന്നവർ, ഇവർക്ക് എന്ത് വിഷമങ്ങളുണ്ട്, എന്ത് നമ്പരങ്ങളുണ്ട്,
എന്ത് കണ്ണുനീരുണ്ടോ, എന്ത് കഷ്ടപ്പാടുണ്ടോ, മജ്‌ലിസ് നൂറിന്റെ പവർ കൊണ്ട്, ബറക്കത്ത് കൊണ്ട് കണ്ണുനീരും ദുഃഖവും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, മജ്‌ലിസ് നൂർ നെഞ്ചകത്തേക്ക് എത്തിയാൽ അൽഹംദുലില്ലാ ജീവിതത്തിൽ വളരെ മാറ്റം ഉണ്ടാവും. ഒരുപാട് മജ്‌ലിസ് നൂറിനെ പറ്റി ഒരുപാട് വിശദീകരിക്കേണ്ട, പക്ഷെ നമുക്ക് തന്ന സമയം 9:30 വരെയാണ്. അത് മാത്രമല്ല, ഉസ്താദന്മാരെ കുറ്റം പറയാൻ പറ്റൂല, സംഘാടകരെ കുറ്റം പറയാൻ പറ്റൂല. SSLC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവർ വന്നിട്ട് ഇപ്പോൾ നിർത്താൻ പറയുന്ന കാലം നല്ല നിർത്തല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലൊക്കെ ഒരു അവസരം കിട്ടിയാൽ നമുക്ക് മജ്‌ലിസ് നൂറിനെ പറ്റി ഒരുപാട് പറയാം. അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നുറക്കുന്ന ആമീൻ പറഞ്ഞ് അള്ളാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഒന്നുകൂടെ ഉഷാറായി പറ, അള്ളാഹുവിനുള്ള സൗഭാഗ്യം തരട്ടെ. ബദരീങ്ങളുടെ കാവൽ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും അള്ളാഹു തആല മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് നമ്മളിപ്പോൾ ദുആ ചെയ്ത് പിരിയുന്നതിന് മുമ്പ് ഒരു കഥയും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. എന്നെ കുറ്റം പറയേണ്ട, സംഘാടകർ ഉസ്താദ്മാർ ആരെങ്കിലും കുറ്റം പറഞ്ഞേക്കണ്ട, എന്തിനാ പിന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ സമയവും സാഹചര്യവും നമുക്ക് പ്രതികൂലമാണ്, അനുകൂലമല്ല. അതുകൊണ്ടാണ് അള്ളാഹു ഈ സദസ്സിൽ കടന്നു വന്ന മുഴുവൻ ആളുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അൽഹംദുലില്ലാ, സാധാരണ മജ്‌ലിസ് നൂർ നമ്മുടെ ഈ ഭാഗങ്ങളിലായിരുന്നു ഒരുപാട് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ തെക്കൻ മേഖലകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസ് നൂർ, ഞാൻ തന്നെ 7ഓളം സ്ഥലത്ത് സന്തോഷകരമായിട്ട് മജ്‌ലിസ് നൂറിന് കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ആ ഭാഗത്തോട്ടൊക്കെ മജ്‌ലിസ് നൂർ ഒരുപാട് വ്യാപകമായി. ഈ ദുനിയാവിൻ്റെ ഈ അണ്ടകടാഹം മുഴുവനും മജ്‌ലിസ് നൂർ വ്യാപകമായി കൊണ്ടിരിക്കാൻ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മുടെ സംഘാടകരെ ഞാൻ ഒരു ഷീറ്റ് പേപ്പറും പേനയും കൊടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിടും. വേറൊന്നിനുമല്ല, നമുക്കൊരു 100 കസേര, ഞാൻ ഒരു ആമുഖം പറയുന്നില്ല. അൽഹംദുലില്ലാ, ഒരു മരണ വീട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട SKSFിൻ്റെ അതുപോലെ സ്പേസിൻ്റെയൊക്കെ പ്രിയപ്പെട്ട സംഘാടകർ അവിടത്തേക്ക് കസേരയും അതുപോലുള്ള സാധന സാമഗ്രികളും കൊണ്ടെത്തിക്കാൻ വേണ്ടി ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസ് നൂറിൽ വെച്ചിട്ട് ഒരു 100 കസേര വേണ്ടി. ഇനിയിപ്പോൾ ഒരാൾ തന്നെ 100 കസേര എടുക്കാന്ന് പറഞ്ഞാൽ സമയം വിഷയമില്ല. അതുകൊണ്ട് ഒരാൾ 5ഓ 10ഓ അല്ലെങ്കിൽ 2ഓ എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുക അത് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റാസി ബാഖവി ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കൊന്ന് പറ, എനിക്കെന്തൊരു ബുദ്ധിമുട്ട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഉസ്താദ് എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് അവർ വരികയാണ്. ആദ്യം ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊണ്ട് കഴിയണ ഒരാൾ ആദ്യം പറയാം ഇൻഷാ അല്ലാഹ്. നല്ലൊരു സംഖ്യയല്ല, ആദ്യം ഒരാൾ എത്ര കസേര കൊടുക്കുന്നു ഒരാളെന്ന് പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അവന് ആദ്യം പറയാം, നിങ്ങളെ കൊണ്ട് കഴിയണ മാതിരി നിങ്ങൾ പറഞ്ഞാൽ മതി, 5ഓ 4ഓ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹുവേ, ഈ സദസ്സിൽ ആരാണ് നിറഞ്ഞ മനസ്സോടുകൂടി ആദ്യമൊന്ന് പറയുക, യാ അല്ലാഹ് അവരുടെ ജീവിതത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനെ. എത്ര ദിവസം ഒരാൾ 5 കസേര, അള്ളാഹു ഒന്ന് പെട്ടെന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിപ്പോൾ കഴിയും. ഈ 100 പേരുണ്ടെങ്കിൽ 100 രൂപ വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് നടന്നു കൂടി. അൽഹംദുലില്ലാ 5 10 അങ്ങനെ 15 ഒരു കസേരയ്ക്ക് 350 രൂപയാണ്. ഇൻഷാ അത്രയൊക്കെ ഉള്ളൂ. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് അവിടെ വാളണ്ടീസ് ഇല്ലേ, നമ്മുടെ പെൺകുട്ടികൾ ഒരു ശരി പേപ്പർ മേനോട് പെട്ടെന്ന് പറഞ്ഞുകൂടി. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ 15 കസേര അൽഹംദുലില്ലാ. ബാക്കി നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഒന്നെങ്കിലും നമ്മൾ കൊടുക്കണതിൻ്റെ കൂലി കിട്ടണം. അല്ലാഹുവേ നീ കബൂലാക്കണം. അല്ലാഹ് ഉറക്കെ ഒന്ന് ചൊല്ലുക, ബദഉ ബിസ്മിൽ വാഹിദി, ഉറക്കെ ചൊല്ലി, ഹംദല്ലഹു ബിൽ ആബിദി സല്ലല്ലാ അലാ മുഹമ്മദി വൽ ആലി വസലാമുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർഹമർ റഹീമായ അല്ലാഹുവേ, ഈ നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞവരാണിവരൊക്കെ. അല്ലാഹുവേ, ഈ ഒരു കസേര ഈ പരിശുദ്ധമായ വേദിയിൽ പറഞ്ഞതുകൊണ്ട് അല്ലാഹ് ഇതിന് പകരം നാളെ നിന്റെ സ്വർഗീയ ലോകത്ത്, അതും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ ഒരുമിച്ച് കൂടാൻ നീ അവസരം കൊടുക്കണേ അല്ലാഹുവേ. അവിടെ ഇരിക്കാനും അവിടെ സുഖിക്കാനും അവിടെ രമിക്കാനുമുള്ള അവസരം നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധരായ ബദരീങ്ങളെ പറ്റി പറഞ്ഞു പോയ സദസ്സാണ്. ഈ സദസ്സിൽ ആര് പറഞ്ഞാലും അവരെ കൈവിടല്ലേ അല്ലാഹ്. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ പെട്ടെന്ന് പെട്ടെന്ന് പറയും ഇൻഷാ അല്ലാഹ്. 15 പറഞ്ഞു ബാക്കി നോക്കിക്കോളൂ ഇൻഷാ അല്ലാഹ്. എഴുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് അവസാനം കൊണ്ടുവന്നല്ലേ
നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തൊരാളെ വിട്ടോളി. നീ ഇപ്പം നിർത്താൻ ഇൻഷാ അല്ലാ 9:45 വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇപ്പോൾ ഇവിടെ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉറക്കൊന്ന് പറഞ്ഞുള്ള ഒരൊറ്റ ചരിത്രം. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള സ്വഹാബത്തിനോട് പറഞ്ഞു, നമ്മൾ മജ്ലിസുന്നൂർ ചെല്ലുന്നുണ്ട്. ഈ മജ്ലിസുന്നൂർ ചെല്ലുമ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞ അവർ മരിച്ചവരെന്നല്ല, ജീവിച്ചിരിക്കുന്നവരെന്നാണ്. അങ്ങനെ ഉള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുന്നൂർ നമ്മൾ ചെല്ലുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കണോ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു സ്വീകരിക്കണോ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹു തആല സ്വീകരിക്കണോ? അതിന് ഒരു വഴിയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ നിങ്ങൾ ചെയ്യണം. എല്ലാവരും നിങ്ങൾ ആദരിക്കണം, എല്ലാവരെയും നിങ്ങൾ ബഹുമാനിക്കണം, സന്തോഷത്തോടുകൂടി കടന്നു വരണം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, ആരെ സ്നേഹിച്ചാലും ആരെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാലും വേണ്ടില്ല, അല്ലാഹുവേ എന്തിനേറെ എന്നെ പോലും മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞിട്ട് പറയാ, പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാത്തവരായി പോയാൽ അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ടുകൊണ്ട് പറഞ്ഞു പോവുകയാ, നാളെ പടച്ചവന്റെ കോടതിയിലേക്കൊന്ന് കടന്നു വന്നാൽ ഏത് ബദരീങ്ങളുടെ ശഫാഅത്താ നിനക്ക് കിട്ടുക? ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുവോ? പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിനക്ക് വേണ്ടി ശബ്ദിക്കുവോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബാ, എന്നെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നു പോയ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, ഉഹുദിലും ഖൈബറിലൊക്കെ പങ്കെടുത്തു പോയ പ്രിയപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ, അവരെയൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന എന്റെ സ്വഹാബത്തിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമായ ദീനിന് വേണ്ടി മനസ്സറിഞ്ഞ് ചോദിച്ചു പോയ, നിറഞ്ഞ മനസ്സോടുകൂടി ഹദിയ ചെയ്യുന്ന സദഖ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട സ്വഹാബത്തെ, വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ കാരണം നിങ്ങളുടെ ബാപ്പ കരയാൻ പാടില്ല, നിങ്ങൾ കാരണം ഉമ്മ കരയാൻ പാടില്ല. നിങ്ങൾ കാരണം ബാപ്പയോ ഉമ്മയോ കരഞ്ഞു പോയാൽ അല്ലാഹു ആദരിച്ചു പോയ ഏതൊരു കാര്യത്തെ നിങ്ങൾ ആദരിക്കുന്നു അതിന് അല്ലാഹു സ്ഥാനം തരൂല്ല, അല്ലാഹു നിങ്ങളെ മാനിക്കൂല്ല. അതുകൊണ്ട് മജ്ലിസുന്നൂറിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, മജ്ലിസുന്നൂറിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ, നല്ല നീയത്തോടെ വീടിന്റെ ഉള്ളിലുള്ള പ്രിയപ്പെട്ട ഉമ്മാന്റെ ബാപ്പാന്റെ കാൽക്കൽ വീണുകൊണ്ട് പൊരുത്തം ചോദിക്കുക. ആ ഒരു പൊരുത്തത്തോടുകൂടി മജ്ലിസുന്നൂറിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുമല്ലോ, ജീവിതത്തിന്റെ കണ്ണുനീരും കട്ടതകളും അല്ലാഹു മാറ്റുമല്ലോ. ചില ആളുകൾ പറയാറുണ്ട്, എത്രയോ മജ്ലിസുന്നൂർ ചൊല്ലിയതാ, എത്രയോ പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിപ്പോയതാ, എന്തേ ജീവിതത്തിന് മാറ്റമില്ലാത്തത്, എന്തേ മക്കളെ കെട്ടിക്കാൻ കഴിയാത്തത്, എന്തേ കടങ്ങൾ മാറാത്തത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു സംഭവം നമ്മൾ ഓർമ്മ വേണേ. പ്രിയപ്പെട്ട സ്വഹാബാ, വീട്ടിന്റെ ഉള്ളിലുള്ള മാതാവിനെ പിതാവിനെ വിറപ്പിച്ചു പോയ മക്കളാണോ, എന്ത് ചെയ്താലും എന്ത് ചെയ്താലും എന്ത് ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കൂല്ല സ്വഹാബാ. അതുകൊണ്ട് കടന്നുപോയിട്ട് ബാപ്പയോട് പൊരുത്തം ചോദിക്കുക. ഓരോ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്കൊന്ന് കടന്നുകൂടുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ഉപദേശം കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഉമ്മയുടെ പൊരുത്തം ഉണ്ടാവുക, ബാപ്പയുടെ പൊരുത്തം ഉണ്ടാവുക. അവരുടെ പൊരുത്തത്തോടു കൂടിയാ റബ്ബിലേക്ക് നമ്മൾ കടന്നു പോകാനുള്ളത്. സന്തോഷത്തോട് ആർജവത്തോട് കടന്നു പോകുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തെപ്പോഴും ഓടി വന്നിട്ട് ഉമ്മയോട് ബാപ്പയോട് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്തിട്ടാ കടന്നു പോയതെങ്കിലോ ഇന്ന് വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ കാരണം കണ്ണുനീരില്ല, പ്രിയപ്പെട്ട ബാപ്പ നമ്മൾ കാരണം കണ്ണുനീരില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം മജ്ലിസുന്നൂറിന്റെ സദസ്സുകള് ആയിരക്കണക്കാണ് പതിനായിരക്കണക്കാണ് സദസ്സുകളിലേക്ക് കടന്നു പോയിട്ട് കാര്യമില്ല. മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ പൊരുത്തം ചോദിച്ചിട്ട് ഒരു മജ്ലിസുന്നൂറിന്റെ സദസ്സില് നിറഞ്ഞ മനസ്സോടെ കടന്നുകൂടിയാൽ അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ അല്ലാഹു മാറ്റം തരികയാ, ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരികയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ചുരുങ്ങിയ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാ, ഈ സദസ്സിനെ നീ കബൂലാക്കണമല്ലാ, ഇതിനു വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കബൂലാക്കണമല്ലോ, സന്തോഷം കൊടുക്കണമല്ലോ. അല്ലാഹുവേ, മജ്ലിസുന്നൂറിന്റെ ആ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹുവേ. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷിക്കണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. 102 കസേര. ഖുലൂ തക്ബീർ. ഉറക്കൊന്ന് പറഞ്ഞാൽ ഖുലൂ തക്ബീർ.
കൂലു തക്ബീർ 100 കസേരക്ക് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് 102 നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ തന്നെ പൂർത്തീകരിച്ചു. അള്ളാഹു ഇതിൻ്റെ പകരം അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാളെയും പരിപാടിയുള്ളതാണ്. ഇനി എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ പരീക്ഷകളൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും അവസരം കിട്ടുമോ ഇൻഷാ അല്ലാഹ് നമുക്ക് മാതാവിനെ പിതാവിനൊക്കെ പറ്റി നമുക്ക് പറയാം. അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഇരിക്കുന്ന എല്ലാ ആണുങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്ക് എല്ലാവരും ഒന്ന് അടുത്തോട്ട് നിൽക്കാവോ ഇൻഷാ അല്ലാഹ്. നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിയണം. കുറച്ച് ദുആ ചെയ്യുള്ളൂ, അധികം ചെയ്യില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും നടത്തിട്ട് വരും. അള്ളാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തോട്ട് നിൽക്കുക, കിട്ടിയ ഭക്ഷണപ്പൊതിയൊക്കെ എടുത്തോട്ട്, ചിലപ്പോൾ അടുത്ത കസേരത്തെ എടുത്തോണ്ട് പോകണ്ട. അടുത്ത് അള്ളാഹുവെ നീ കബൂലാക്കണില്ല. ഉറക്കൊന്ന് ചൊല്ലിക്കൊള്ളു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് യസിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയ യാ മംഖി ആവിയ دواما يا الله لا إله أبدأ باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله. ഉറക്കെ ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓ മുഹമ്മദുർ റസൂലുള്ളാഹ്. ദന്നംബവ സൂരിയം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദാഹമൗത്തത് കൂട്ടിടും. ഉറക്കെ ചൊല്ലിക്കോ. ദാഹമൗത്തത് കൂട്ടിടും. ഇബ്ലീസ് കോസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യംദർജു ഫീഹി ഹംദുൽ അവ്വലീന വൽ ആഖിരീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വഹാദീനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹുവേ, കാരുണ്യവാനായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ അല്ലാഹ്, വഹാബും ഖഹാറുമായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, റാസിഖായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമാക്കപ്പെട്ട ബദരീങ്ങളെ പറ്റി പറഞ്ഞ സദസ്സാണ് റബ്ബേ. അവരുടെ പേരുകൾ ഇവിടെ വാഴ്ത്തിയതാണ് അല്ലാഹുവേ. അവരുടെ മഹത്വങ്ങൾ ഇവിടെ പറഞ്ഞതാണ് അല്ലാഹുവേ. അങ്ങനെ ഉള്ള പരിപാവനമായ പരിശുദ്ധമായ സദസ്സിലാണ് അല്ലാഹ്. പടച്ചവനെ, ഈ നിൽക്കുന്നവരുടെ മനസ്സിൽ നൂറു നൂറു നീറുന്ന പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് നിൽക്കുന്നവരുണ്ടല്ലാഹുവേ. പുറത്ത് ഒരാളോട് പോലും പറയാൻ കഴിയാതെ മനസ്സിന്റെ ഉള്ളിൽ ദുഃഖങ്ങളും വിഷമങ്ങളും അടക്കി പിടിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ടല്ലാ. പരിശുദ്ധരായ ബദരീങ്ങളുടെ കാവലുകൊണ്ടല്ലാഹുവേ, അവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലാ, അവരുടെ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ. കണ്ണുനീരുകളും പ്രയാസങ്ങളുമെല്ലാം നീ അകറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ്. നീ പൊറുക്കണേ അല്ലാ, മാപ്പാക്കണമല്ലാ.
അല്ലാഹുവേ 100 കസേര വേണമെന്ന് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞപ്പോ അത് 102 കസേരയാക്കി ഇനിയും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതങ്ങൾ ഖൈറായിട്ടുള്ള വഴികളിലൂടെ നടത്തണേ അല്ലാ. രോഗം കൊടുക്കല്ലേ അല്ലാ, വിഷമം കൊടുക്കല്ലേ അല്ലാ, നൊമ്പരം കൊടുക്കല്ലേ അല്ലാ, കണ്ണുനീര് കൊടുക്കല്ലേ അല്ലാ, കഷ്ടതകളും കഷ്ടപ്പാടുകളും കൊടുക്കല്ലേ അല്ലാഹുവേ. കരുണക്കടലായ അല്ലാ, ഇവിടെ നിൽക്കുന്നവരാക്ക് ഒരു ഉമ്മക്കും ഒരു ചെറുപ്പക്കാരനും ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി നീ കൊടുക്കല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ സാധുക്കളാ, ഞങ്ങൾ പാപികളാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ ആ പാപങ്ങൾ ഓർത്തുപോയാൽ അല്ലാഹുവേ മനസ്സ് പൊട്ടുന്നുവല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഇതിനു വേണ്ടി ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവുമായി സന്തോഷത്തിന്റെ ഭവനം ഒരു വീട് പണിയാൻ അല്ലാഹുവേ പ്രിയപ്പെട്ട പ്രവാസികളായ ഒരുപാട് ചെറുപ്പക്കാർ ഉപ്പമാര് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ സംഭാവനകൾ ചെയ്തു. ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബക്കറ്റുകൾ അതുപോലെ കാശുകൾ നിക്ഷേപിച്ചു. ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തു. അല്ലാഹുവേ, അതിനൊക്കെ പകരം നിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാ, ഒരുപാട് പ്രവാസികളുണ്ട് ഓൺലൈനിലൂടെ. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, SKICRന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സഹോദരങ്ങൾ തങ്ങള് എല്ലാവർക്കും ഇതിന് പകരം സ്വർഗത്തിന്റെ സൽക്കാരങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇതിനെ സഹായിച്ചവരാ. ഈ സഹായത്തിന് പകരം ദയാലുവായ അല്ലാ, നീ അവരെ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹു, ഇതുപോലെ ഒരുപാട് മേഖലകളിൽ പ്രവാസികളായ ചെറുപ്പക്കാർ സഹായിക്കുന്നുണ്ടല്ലോ. പടച്ചവനെ, ഞാൻ അല്ലാഹു എൻ്റെ പ്രിയപ്പെട്ട കോളേജ് ശംസുൽ ഹുദ വാഫിൽ കോളേജിലേക്ക് ഒരുപാട് പ്രവാസികളായ ചെറുപ്പക്കാർ 1000-ഉം 2000-ഉം വെച്ച് മാസം തോറും തഴുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ടല്ലോ. പടച്ചവനെ, അതിനൊക്കെ പകരമായിട്ട് അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണമല്ല. അപകടങ്ങളിൽ പെടുത്തല്ല അല്ല, രോഗം കൊടുക്കല്ല അല്ല, വിഷമം കൊടുക്കല്ല അല്ല. ഫൈസലിനെ പോലെ അല്ലാഹുവേ പൊന്നു മകനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ആ മകനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ല. റംഷീദിനെ പോലെ ഒരുപാട് ചെറുപ്പക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. റാസിബാക്കവി ഉസ്താദിനെ പോലെ ഉള്ള ഉസ്താദിന്റെ ഉപ്പയെപ്പോലെ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് റബ്ബേ. അതിനൊക്കെ അർഹമായ പ്രതിഫലം അവർക്ക് ഏറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാ, ശബ്ദവും വെളിച്ചവും തന്നവരുടെ സൗണ്ടിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചോനെ, നല്ല രീതിക്ക് ഭക്ഷണം നൽകിയവരുടെ കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ആഗ്രഹം എന്താണോ ആ ആഗ്രഹങ്ങളും അല്ലാഹുവേ സഫലീകരിക്കുകയും മനസ്സിന്റെ വിഷമങ്ങൾ മാറ്റുകയും ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ വാഹനമോടിച്ച് എല്ലാ പ്രഭാഷണ സ്ഥലത്തും എന്നെ കൊണ്ടെത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ഭാര്യമാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ കുടുംബക്കാർ, പടച്ച റബ്ബേ, അവർക്കൊക്കെ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹുവേ. ഭക്ഷണം കൊടുത്തവർ, അതിനെ സഹായിച്ചവർ, അതിനു വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ്, അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണമല്ലോ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഉസ്താദുമാരെ സഹായിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, കല്ലിക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഹമീദ് കായ പോലെ കണ്ണൂർ ജില്ലക്കാരന് ഉസ്താദുമാരോട് ഒരുപാട് സ്നേഹമുള്ള ആളാ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലാഹുവേ, ചെറുപ്പറമ്പിലുള്ള നസീർ സാഹിബിനെ പോലെ ഒരുപാട് സഹോദരങ്ങൾ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്നവരാ. അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا